900 പോലീസുകാരെ അകമ്പടി നിർത്തി ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ഒക്കെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് ആളുകൾ വരുന്നില്ലായിരുന്നോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ രാജ്യത്തെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അവരുടെ മാതൃഭാഷയിൽ തെറി പറഞ്ഞിട്ട് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്ന. ഡോക്ടർ ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അയ്യപ്പ സംഗമം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ട്. എല്ലാ സംഘടനകളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ശബരിമല വികസനത്തിന് എന്നുള്ളതിൽ എന്ത് രാഷ്ട്രീയ ലക്ഷ്യം സർക്കാരിനുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത്. അല്ല മാധു, ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക അല്ലെങ്കിൽ വികസന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ശ്രമങ്ങൾ മറ്റു മതങ്ങളുടെയും ആരാധനാലയങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? പ്രത്യേകിച്ച് CPM-ൻ്റെ സംസ്ഥാന സർക്കാർ, ഈ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാന സർക്കാർ, ഇവർ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതി പ്രവേശനത്തിന് വേണ്ടിയിട്ട് 900 പോലീസുകാരെ അകമ്പടി നിർത്തി ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ഒക്കെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ നയവ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ആദ്യം ആ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഈ പോലീസിൻ്റെ അതിക്രമങ്ങൾക്കും കേസുകൾക്കും വിധേയമാക്കപ്പെട്ട 30,000-30,000-ഓളം മനുഷ്യരുണ്ട്. ഏകദേശം 2,000 തൊട്ട് 3,000 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട മുഴുവൻ മനുഷ്യരോടും വിശ്വാസികളോടും ഈ സംസ്ഥാന സർക്കാർ മാപ്പ് പറയണം. CPM എന്ന് പറഞ്ഞ പാർട്ടി മാപ്പ് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്ത വന്നപ്പോൾ ബിന്ദു അമ്മിണിയെപ്പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളും അവിടെ പങ്കെടുക്കും. ആർക്കും പങ്കെടുക്കാം. ഇവിടെ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ PS പ്രശാന്ത് പറയുന്നത് സംഘപരിവാർ സംഘടനകളെയും പങ്കെടുപ്പിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാർ സംഘടനകളെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത്തരം സംഘടനകളിൽ അംഗങ്ങളല്ലാത്ത ഭക്തർക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ പങ്കെടുക്കാനായിട്ട് എന്ത് പ്രിവിലേജാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് RSSകാരായിട്ടുള്ള ഗവർണർമാരെ കൂട്ടിയ പ്രാതലും അത്താഴവും കഴിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് സംഘപരിവാറിനെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു ഭക്ത സംഗമം നടത്താൻ പറ്റൂ എന്ന് തിരിച്ചറിവ് CPM-നുണ്ടോ? സംഘപരിവാർ സംഘടനകളെ കൂട്ടിയിട്ട് ശബരിമലയുടെ വികസനം നടക്കൂ എന്ന് CPM-നുണ്ടോ? എങ്കിൽ കഴിഞ്ഞ 50 വർഷക്കാലം ശബരിമല തീർത്ഥാടനം 50-ലധികം വർഷങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അതൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു സംഘപരിവാർ സംഘടനകളെ അത്തരം സംഘടനകളെയും ക്ഷണിക്കും, അവരെയും കൂടി കൂട്ടുമെന്നുള്ള പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ താങ്കൾ അത് തെറ്റാണെന്ന് പറയണം. PS പ്രശാന്തന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ എല്ലാ അയ്യപ്പ സംഘടനകളെയും അയ്യപ്പ വിശ്വാസികളുടെ സംഘടനയും കൂട്ടും. ഈ സംഘപരിവാർ സംഘടനകളെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആ പരാമർശം ഉണ്ടായത്. ശ്രീ K. ജനീഷ് കുമാർ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ പൂർത്തീകരിക്കട്ടെ. അല്ല, ഒറ്റ കാര്യം കൂടി. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, CAA സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസുകളെടുത്ത മുഴുവൻ കേസുകളും സംസ്ഥാന സർക്കാർ പിൻവലിച്ചുവെന്ന്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, CAA സമരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ മാത്രം സമരമായിരുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ പൗരന്മാരും, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമത്തിനെതിരായിട്ട് നടത്തിയ സമരമാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട സമരമല്ല. ശബരിമല ആചാര സംരക്ഷണ സമരം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ യുവതി പ്രവേശനത്തിന് പോലീസ് അകമ്പടി കൊടുത്തപ്പോൾ അതിനെതിരെ നടന്ന സമരമാണ്. ഈ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ശബരിമല സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കേസുകൾ വിത്ഡ്രോ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും അത് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള വാദം ശരിയാണ്. അതോടൊപ്പം CAA സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തത്വത്തിൽ. പക്ഷെ എത്രത്തോളം കേസുകൾ പിൻവലിച്ചു എന്ന് നോക്കണം. 114 കേസുകൾ മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. 502 കേസുകൾ ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുക. 241 കേസുകളിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഫൈൻ അടച്ചാണ് ഒഴിവായിട്ടുള്ളത്. 11 കേസുകൾ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സംസ്ഥാന സർക്കാർ CAA സമരത്തിൽ പങ്കെടുത്തവരോട് പ്രത്യേക താല്പര്യം കാണിക്കുകയും ശബരിമല സമരത്തിൽ പങ്കെടുത്തവരോട് താല്പര്യം കാണിച്ചില്ല എന്നുള്ള ഹിന്ദു ഐക്യവേദിയുടെ നരേറ്റീവിന് കയ്യടി കിട്ടാനുള്ള സാഹചര്യമാണ് ഇത്തരം ചർച്ചകളിലൂടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജനങ്ങളുടെ ഇടയിൽ ജാതീയമായിട്ടും മതപരമായിട്ടും
ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണ ശ്രമമാണ്. നമ്മൾ പതിറ്റാണ്ടുകളോളം ശബരിമല ക്ഷേത്രത്തെ ആരാധിക്കുന്നതും അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതും ഒക്കെ ഏതെങ്കിലും സർക്കാരുകളുടെ പിന്തുണ കിട്ടിയത് കൊണ്ട് മാത്രമാണോ? പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് ആളുകൾ വരുന്നില്ലായിരുന്നോ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഈ രാജ്യത്തെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അവരുടെ മാതൃഭാഷയിൽ തെറി പറഞ്ഞിട്ട് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ അല്ലേ? അപ്പോ ഇവർക്ക് ശബരിമല ക്ഷേത്രത്തോടെന്നല്ല ഒരു തരത്തിലുമുള്ള വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒന്നും ഒരു താല്പര്യമില്ല, ആത്മാർത്ഥതയില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം.